വെൽക്കം ബാക്ക് യു ഓൾ. ഞാൻ അപ്ലോഡ് ചെയ്ത സ്വാതന്ത്ര്യദിന ക്വിസിൻ്റെ ഒന്നാം ഭാഗം വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തുടർച്ചയായ രണ്ടാം ഭാഗമാണ്. എല്ലാവർക്കും ഈസൽ മീഡിയയുടെ സ്വാതന്ത്ര്യദിന ക്വിസ് രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര്? മഹാത്മാഗാന്ധി. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി. ഇത് ആരുടെ വരികളാണ്? അംഷി നാരായണപിള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ആയി ആചരിക്കുന്നത്? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന സ്ഥലം ഏത്? ബോംബെയിലെ ഗോവലിയ ടാങ്ക് മൈതാനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ പ്രശസ്ത മുദ്രാവാക്യമായ ഡു ഓർ ഡൈ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രഖ്യാപിച്ചത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? 1950 ജനുവരി 26. രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നത് എന്ന്? 1942 ഓഗസ്റ്റ് 8. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഗാന്ധിജിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നു രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരായിരുന്നു? KPR ഗോപാലൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏത്?
ഭാരത് രത്ന. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയിലെ ആദ്യ പത്രം ഏത്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ജെ.ബി. കൃപലാനി. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിൽ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെട്ട ദേശീയ വനിത ആര്? സരോജിനി നായിഡു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. താങ്ക് യു. സ്വാതന്ത്ര്യദിന ക്വിസിൻ്റെ ഒന്നാം ഭാഗം വീഡിയോ എല്ലാവരും കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ തുടർച്ചയായ രണ്ടാം ഭാഗമാണ്. എല്ലാവർക്കും ഈസൽ മീഡിയയുടെ സ്വാതന്ത്ര്യദിന ക്വിസ് രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. അഖിലേന്ത്യാ ഹരിജൻ സമാജം സ്ഥാപിച്ചത് ആര്? മഹാത്മാഗാന്ധി. വരിക വരിക സഹചര്യ വലിയ സഹന സമരമായി. ഇത് ആരുടെ വരികളാണ്? അംഷി നാരായണപിള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആര്? പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു. ആരുടെ ജന്മദിനമാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം ആയി ആചരിക്കുന്നത്? മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന സ്ഥലം ഏത്? ബോംബെയിലെ ഗോവലിയ ടാങ്ക് മൈതാനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആര്? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആരായിരുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ പ്രശസ്ത മുദ്രാവാക്യമായ ഡു ഓർ ഡൈ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രഖ്യാപിച്ചത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്?
1950 ജനുവരി 26. രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏത്? യങ് ഇന്ത്യ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആര്? അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നത് എന്ന്? 1942 ഓഗസ്റ്റ് 8. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എപ്പോൾ? ഗാന്ധിജിയുടെ മരണവിവരം അറിഞ്ഞപ്പോൾ. ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വധശിക്ഷയിൽ നിന്നു രക്ഷപ്പെട്ട കേരളീയനായ വിപ്ലവകാരി ആരായിരുന്നു? KPR ഗോപാലൻ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏത്? ഭാരത് രത്ന. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയിലെ ആദ്യ പത്രം ഏത്? ബംഗാൾ ഗസറ്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി. ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏതു ഭാഷയിലാണ്? ഗുജറാത്തി ഭാഷയിൽ. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് അറിയപ്പെട്ട ദേശീയ വനിത ആര്? സരോജിനി നായിഡു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു? അക്ബർ. താങ്ക് യു.